സഞ്ജു സാംസൺ ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറ അത്ര വിപുലമാണോ? വിപുലമാണോ എന്ന് ചോദിച്ചാൽ അത് അണ്ടർലൈൻ ചെയ്ത് പറയേണ്ടി വരും. വിപുലമാണ്. പരാജയങ്ങൾ ആഘോഷമാക്കിയവരുടെ ഇടയിൽ സഞ്ജു 4 മണിക്കൂർ സഞ്ജുവിൻ്റെ ബാറ്റ് കൊണ്ടെഴുതിയ ഒരു സുവിശേഷം, എനിക്ക് അങ്ങനെ അതിനെ വിശേഷിപ്പിക്കാനാണ് ഇഷ്ടം. കടലിൽ മുങ്ങിത്താഴുന്ന കപ്പലിന് സമാനമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ ഒരു മുങ്ങിത്താഴുന്ന കപ്പലിൻ്റെ ഒരു അമരക്കാരനായി നിന്ന് ശാന്തതയോടെ ആ കപ്പൽ വിജയതീരത്ത് എത്തിക്കുന്ന ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയ്ക്കാണ് ലോകം മുഴുവൻ യഥാർത്ഥത്തിൽ സാക്ഷ്യം വഹിച്ചത്. ഇതിന് സമാനമായ ഒരു സംഭവം ബൈബിളിലുണ്ട്. അധിക്ഷേപിച്ചവർക്കും ആക്ഷേപിച്ചവർക്കും സഞ്ജു സാംസന്റെ പരാജയങ്ങൾ ആഘോഷിച്ചവർക്കും എല്ലാവർക്കും ഉള്ള മറുപടി, തിരിച്ചടി അവിടെ കൊടുത്തത് ദൈവം തന്നെയാണ്. ജോവേട്ട നമസ്കാരം. നമസ്കാരം. ജോവേട്ട, കഴിഞ്ഞ ദിവസം T20 വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കുന്ന സമയത്താണ് സഞ്ജു സാംസനെ സംബന്ധിച്ചിട്ട് അതിന് മുമ്പൊക്കെയുള്ള പ്രകടനം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഡക്കയിൽ പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഏറെ നാണം കെട്ട് പവനിയിലിരിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. അതിന് തന്നെ വ്യത്യസ്തമായിക്കൊണ്ട് കഴിഞ്ഞ ദിവസം തനിച്ച് നിന്നുകൊണ്ട് കളി വിജയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം സഞ്ജു സാംസന്റെ എന്നത്തെയും ഒരു സ്വപ്നമായിരുന്നു തനിച്ച് നിന്ന് ഒരു കളി വിജയിപ്പിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ സഞ്ജുവിൻ്റെ കരിയറിൽ എടുത്തു പറയാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു ഇന്നിങ്സ് പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റി. അത് പ്രത്യേകിച്ച് T20 വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഈ മത്സരമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ വിജയിക്കുന്ന സമയത്ത് അദ്ദേഹം മുട്ടുകുത്തി നിന്ന് കുരിശ് വരച്ചിട്ട് മേളിലേക്ക് കൈ ഉയർത്തുന്നുണ്ട്. സഞ്ജു സാംസൺ ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറ അത്ര വിപുലമാണോ? വിപുലമാണോ എന്ന് ചോദിച്ചാൽ അത് അണ്ടർലൈൻ ചെയ്ത് പറയേണ്ടി വരും. വിപുലമാണ്. അതിന് വാക്കുകൾ ഒരു കാരണവശാലും നമുക്കത് പ്രഡിക്റ്റബിൾ അല്ല. മറ്റൊരു വാക്കുകൾ കൊണ്ടും അത് നമുക്ക് വർണ്ണിക്കാനും പറ്റില്ല. കാരണം അതിനെ സഞ്ജു സാംസൺ തന്നെ അടിവരയിട്ട് പോകുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്ത് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നുന്നു. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് വെസ്റ്റ് ഇൻഡീസിൻ്റെ മത്സരം കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആഘോഷിക്കുന്ന ഒരു വിഷയം, മറ്റു പല വിഷയങ്ങളുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാം എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും യൂട്യൂബ് എടുത്താലും റീൽസ് എടുത്താലും മറ്റ് വാർത്തകൾ ചാനലുകൾ എടുത്താലും എല്ലായിടത്തും സഞ്ജു സാംസൺ എന്ന ഒരു പേര് മാത്രമാണ്. അതിൻ്റെ ആ ഒരു അലയടികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഇത് നമുക്ക് തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിന് മുമ്പ് വെസ്റ്റ് ഇൻഡീസിന് മുൻപ് ഒരു 3-4 മാസ കാലങ്ങളെടുത്താൽ ഈ സഞ്ജു സാംസണെക്കുറിച്ചുള്ള ഈ അലയടികൾ വളരെ നെഗറ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അതിന് സഞ്ജു സാംസന്റെ പെർഫോമൻസ് വൈസ് ആളുകൾ അതിനെ, പ്രത്യേകിച്ച് ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്പോർട്സിനെ നോക്കി കാണുന്ന ആളുകൾ മാത്രമല്ല, അതിനെ എല്ലാ തരത്തിലുള്ള ക്രിക്കറ്റ് കളിക്കാർ തന്നെ, ഇന്ത്യയിൽ തന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പല പ്രഗത്ഭരായ കളിക്കാർ തന്നെ സഞ്ജുവിനെതിരെ വളരെ രൂക്ഷമായ വിമർശനവുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് ഫേസ് ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും സഞ്ജുവിൻ്റെ പരാജയങ്ങൾ ആഘോഷമാക്കിയ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 3-4 മാസം. ഇതിനെല്ലാം ഇടയിലൂടെ വളരെ ശാന്തനായി നിശബ്ദനായി ഇതെല്ലാം സഹിച്ച് ആരോടും യാതൊരു പരിഭവങ്ങളില്ലാതെ പരാതികളില്ലാതെ സോഷ്യൽ മീഡിയയിലോ മറ്റൊരു സ്ഥലത്തും ഒന്നിനെക്കുറിച്ചും പ്രതികരിക്കാതെ കളിക്കടത്തിലാണെങ്കിലും ഗ്യാലറിയിലാണെങ്കിലും ഇനി വെള്ളം കൊണ്ടു കൊടുക്കാനാണെങ്കിലും എല്ലായിടത്തും യാതൊരു തരത്തിലുള്ള സഞ്ജുവിൻ്റെ മുഖത്ത് ആ ശാന്തത, ഒരു ഭാവവ്യത്യാസമില്ല, യാതൊരു ഭാവവ്യത്യാസമില്ല. ഇന്നലെ കളി ജയിച്ചപ്പോഴും അത് തന്നെ, അതേ സെയിം ഇതിൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എല്ലാവർക്കും റീഡ് ചെയ്യാൻ പറ്റിയ ചില സത്യങ്ങളുണ്ട്. അപ്പം ഞാനിവിടെ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത്, പരാജയങ്ങൾ ആഘോഷമാക്കിയവരുടെ ഇടയിൽ സഞ്ജു, അതായത് 2026 മാർച്ച് മാസം 1-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 7 മുതൽ ഏതാണ്ട് 11 മണി വരെ 4 മണിക്കൂർ സഞ്ജുവിൻ്റെ ബാറ്റ് കൊണ്ടെഴുതിയ ഒരു സുവിശേഷം, എനിക്ക് അങ്ങനെ അതിനെ വിശേഷിപ്പിക്കാനാണ് ഇഷ്ടം. 4 മണിക്കൂർ കൊണ്ട് ബാറ്റ് കൊണ്ടെഴുതിയ, നിശബ്ദനായി വളരെ ശാന്തതയോടെ ബാറ്റ് കൊണ്ടെഴുതിയ സുവിശേഷം. അത് സുവിശേഷമായതുകൊണ്ടാണ് ആ കളി കഴിഞ്ഞ് അത് പൂർത്തിയായപ്പോൾ അവസാനത്തെ ബൗണ്ടറി അടിച്ച് ആ വിജയം, ലോകം മുഴുവൻ ആ വിജയം ആഘോഷിച്ചപ്പോഴും കാണികൾ മുഴുവൻ അത് ഏറ്റെടുത്തു, സോഷ്യൽ മീഡിയ മുഴുവൻ അത് ഏറ്റെടുത്തു. നമുക്ക് അന്നത്തെ ഹോട്ട്സ്റ്റാറും സ്റ്റാർ സ്പോർട്സൊക്കെ നോക്കി 50 കോടി ആളുകളാണ് ഇന്ത്യയുടെ മത്സരം അന്ന് കണ്ടത്. അപ്പോൾ ആ വിജയിച്ച അതേ സമയത്ത് ഇവർ മുഴുവൻ ആഘോഷിച്ച സമയത്ത് ഒരു കാണികളുടെയും ഒരു ആഘോഷങ്ങളുടെയും ആ ഒരു തിമിർപ്പിൽ അതിൽ പെടാതെ മറ്റൊന്നിനെയും ശ്രദ്ധിക്കാതെ സഞ്ജു അതേ ഗ്രൗണ്ടിൽ മുട്ടുകുത്തി ഹെൽമെറ്റ് ഊരി മാറ്റി, പാടൂരി മാറ്റി, അപ്പോൾ തന്നെ ആകാശത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, നമ്മുടെ കൺസെപ്റ്റ് ആണല്ലോ, സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി കണ്ണുകളടച്ച് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വെച്ച് ഒരു നിമിഷം
ഒരു ദൈവത്തിന് നന്ദി പറയുന്ന ഒരിത് സോഷ്യൽ മീഡിയ വഴി ആ സമയത്ത് 50 കോടിയോളം ആളുകൾ കണ്ടു. അതിനുശേഷം അതിൻ്റെ 10 ഇരട്ടിയിലധികം ആളുകൾ അതിന് ഈ കഴിഞ്ഞ 2 ദിവസം സോഷ്യൽ മീഡിയയിൽ അത് എല്ലാവരും പ്രചരിപ്പിക്കുന്നതും ആഘോഷിക്കുന്നതുമായിട്ടുള്ള ഒരു 30 സെക്കൻഡ്സ് വീഡിയോ ആണ് ആ പിതാവിനും പുത്രനും വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അതിമനോഹരമായ രംഗം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതിനെ മനസ്സിലാക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വേൾഡ് കപ്പിനെ ഫേസ് ചെയ്യുന്ന അത്രയ്ക്കും വളരെ പൊട്ടൻഷ്യലായിട്ടുള്ളൊരു ടീം ക്വാർട്ടർ ഫൈനലിൽ തകർന്നടിഞ്ഞ് എന്ന് വെച്ചാൽ ഒരു കടലിൽ മുങ്ങിത്താഴുന്ന കപ്പലിന് സമാനമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ ഏതാണ്ട് ആദ്യം വന്നവർ അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ് ഇവരെല്ലാവരും തന്നെ 10, 11, 17, ഹാർദിക് പാണ്ഡ്യ 18, തിലക് വർമ്മ മാത്രമാണ് 27 റൺസ് എടുക്കാനായത്. അപ്പോൾ മുന്നിലൂടെ പോയ ഒരു 5 പേരും ഇത്രമാത്രം വളരെ ചുരുങ്ങിയ റൺസ് എടുത്ത് മുന്നോട്ട് പോയപ്പോഴും ആ കളി കണ്ട് ആസ്വദിച്ചവർക്കറിയാം ആ സമയത്ത് ഒരു കപ്പൽ മുങ്ങിത്താഴുമ്പോൾ യാതൊരു തരത്തിലുള്ള ആശങ്കകളുമില്ലാതെ ഒരു പ്രതിസന്ധികളുമില്ലാതെ ഒരറ്റത്ത് നിന്ന് ഒരു മുങ്ങിത്താഴുന്ന കപ്പലിൻ്റെ ഒരു അമരക്കാരനായി നിന്ന് ശാന്തതയോടെ ആ കപ്പൽ അതിൻ്റെ തീരത്ത് വിജയ തീരത്ത് എത്തിക്കുന്ന ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയ്ക്കാണ് ലോകം മുഴുവൻ യഥാർത്ഥത്തിൽ സാക്ഷ്യം വഹിച്ചത്. ഇതിന് സമാനമായ ഒരു സംഭവം ബൈബിളിലുണ്ട് അല്ലേ? ശിഷ്യന്മാർ അവിടെയും ഇവിടെ 11 പേര് അവിടെ 12 പേര്, ഇത്രയും വ്യത്യാസമുള്ളൂ. ഒരു നൗകയിൽ ഈ ആളുകളുടെയൊക്കെ എണ്ണമൊക്കെ ഏകദേശം സെയിമാണ്. അവിടെയും കപ്പൽ വെള്ളം മുങ്ങിത്താഴാൻ തുടങ്ങുന്നു, അലറി വിളിക്കുന്നു, പരിഭ്രാന്തരാകുന്നു, തീരത്തെത്തുമെന്നറിയില്ല. അപ്പോഴും ശാന്തനായിട്ടൊരാൾ ആ വഞ്ചിയുടെ തലയ്ക്കൽ കിടന്നുറങ്ങുന്നുണ്ട്. ഇതേ സമാനമായ ഒരു സംഭവമാണ് ഈ മാർച്ച് മാസം 1-ാം തീയതി നമ്മൾ കാണുന്നത്. കാരണം അത് പൂർത്തിയാക്കുമെന്ന് ആർക്കും യാതൊരു ഉറപ്പുമില്ല. പക്ഷേ വളരെ ശാന്തനായ ആ മത്സരം സഞ്ജു അതിമനോഹരമായി കളിച്ച് അതിനെ യഥാർത്ഥത്തിൽ വേൾഡ് കപ്പിൻ്റെ ഒരു തീരത്തേക്ക് കയ്യെത്തി തൊടാവുന്ന തീരത്തേക്ക് ആ ഒരു കപ്പലിനെ എത്തിച്ച പോലെയായിരുന്നു സഞ്ജു സാംസൻ്റെ ഇന്നിങ്സ് എന്നുള്ളത് നമ്മൾ അടിവരയായിട്ട് പറയേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടെ സഞ്ജു സാംസൻ്റെ വിശ്വാസ ഇതിലേക്കാണ് നമ്മൾ ആദ്യമേ സംസാരിച്ചു വന്നത്. ഒരുപക്ഷെ പുറം ലോകം ഇതിനെ വ്യാഖ്യാനിക്കുന്നത് സഞ്ജു സാംസൺ ഈ കഴിഞ്ഞ 3-4 വർഷമായിട്ട് സഞ്ജു സാംസനെ അധിക്ഷേപിച്ചവരുണ്ട്, ആക്ഷേപിച്ചവരുണ്ട്, സോഷ്യൽ മീഡിയ വഴി കുറ്റപ്പെടുത്തിയവരുണ്ട്. അത് കൂട്ടത്തിലുള്ളവരുണ്ട്, പുറമേ ഉള്ളവരുണ്ട്, കളിക്കാരുണ്ട്, ഇഷ്ടപ്പെട്ടവരുണ്ട്, കളി ഇഷ്ടമല്ലാത്തവരുണ്ട്. എല്ലാവരും ഒരേപോലെ ഈ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും ആരോടും യാതൊരു പരിഭവങ്ങളും ഇല്ലാതെ ഈ ഒരു വിഷയത്തെ വളരെ പ്രശാന്തതയോടെ ഈ ഫേസ് ചെയ്ത സഞ്ജു സാംസൺ ഈ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ഇന്നിങ്സിൽ അതിൻ്റെയൊക്കെ പകരം വീട്ടിയതുപോലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അധിക്ഷേപിച്ചവർക്കുള്ളൊരു പെർഫോമൻസ്. കാരണം അതുപോലെ അത്രയ്ക്ക് അതിനെ അടിച്ച് ആ കളി വിജയിപ്പിക്കാൻ സാധിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. സഞ്ജു സാംസൻ്റെ മുഖത്തെ ആ ഒരു ശാന്തതയും ഒന്നിനോടും പ്രതികരിക്കാതെ കഴിഞ്ഞ 3-4 മാസം തള്ളിക്കൊണ്ടുപോയ ആ ഒരു ശൈലിയും ഒക്കെ ഇതിന് ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിശ്വാസം ക്രിസ്തുവിൽ ഒരു മനുഷ്യനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്ഷേപങ്ങളും പരിഭവങ്ങളും പരാതികളും ഒക്കെ ഒരു വശത്ത് നമ്മളതിനെ ഏറ്റവും ശാന്തതയോടെ സ്വീകരിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു തിരിച്ചടി കൊടുക്കുന്നത് ആ വ്യക്തിയായിരിക്കില്ല, ദൈവമായിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ സഞ്ജു സാംസനെ അധിക്ഷേപിച്ചവർക്കും ആക്ഷേപിച്ചവർക്കും സഞ്ജു സാംസന്റെ പരാജയങ്ങൾ ആഘോഷിച്ചവർക്കും എല്ലാവർക്കുമുള്ള മറുപടി തിരിച്ചടി അവിടെ കൊടുത്തത് ദൈവം തന്നെയാണ്. ആ ദൈവം കൊടുത്ത തിരിച്ചടി ആയതുകൊണ്ടാണ് സഞ്ജു സാംസൺ ബാറ്റ് കൊണ്ട് എഴുതിയ സുവിശേഷം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെയാണ്. കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. അത്രയ്ക്ക് മനോഹരമായൊരു ഇന്നിങ്സാണ് സഞ്ജു സാംസൻ്റെ ബാറ്റിൽ പിറന്നത്.